ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലെ എക്സാം ഒക്കെ ജാനുവരിയിൽ ഡിസംബറിൽ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ഫ്രഷ് ഇയറിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സെക്കൻഡ് ഇയറിലോട്ടേക്ക് കാലെടുത്ത് വെക്കുവാണ്. നിങ്ങളൊക്കെ സെക്കൻഡ് ഇയർ അഡ്മിഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു തുടങ്ങി അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പ്ലാൻ ഇട്ടുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ തരാം അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ തരാം എന്താണ് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഇയറിലുള്ള സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. കാരണം സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്രൂഷ്യൽ ആണ്. കാരണം നമുക്കൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഏതാണ് സ്പെഷ്യലൈസേഷൻ എടുക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ഇയർ ആണ്. കാരണം ഫസ്റ്റ് ഇയറിലുള്ളത് പോലെ കമ്പൽസറി കോഴ്സസിന്റെ പുറത്ത് നമുക്ക് സ്പെഷ്യലൈസേഷനും വരുന്ന ഒരു ഇയർ ആണ് സെക്കൻഡ് ഇയർ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇയറിലൊക്കെ എത്രയൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ട്, അതിന്റെ ഓരോ സബ്ജക്റ്റിന്റെയും ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ സിലബസ് എന്താണ്, സിലബസ് ഡീകോഡിംഗ് ഒരു മൈനർ ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് അതിന്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം തന്നെ. അപ്പൊ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞു, നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുമായിരിക്കാം. ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പൊ എന്റെ പേര് അക്ഷര, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്റെ സ്റ്റുഡൻസ് ഉണ്ട് ഇതിൽ, നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് കാലമായിട്ട് കാണുന്ന ആൾക്കാരാണ്. എന്നെ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഇവിടെ ഹാപ്പിനെസ് അംബാസഡർ ആയിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അധികം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, നമുക്ക് വേഗം നമ്മളുടെ കാര്യത്തിലോട്ടേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷൻ നമ്മൾ ഒരു ഫൗണ്ടേഷൻ തരാം. നിങ്ങളെ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞ ഒരു നമ്മളെ MA സൈക്കോളജിയുടെ സെക്കൻഡ് ഇയർ എന്ന ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ആ ഒരു ഇയറിന്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മെയിൻലി നമ്മളുടെ റീ രജിസ്ട്രേഷൻ ആണ്. പിന്നെ അതുപോലെ നമ്മളുടെ ഓരോ സബ്ജക്റ്റിന്റെ ഡീകോഡിങ്, പിന്നെ നമ്മളുടെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, എന്തൊക്കെ ഹെൽപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഒരു എക്സ്പീരിയൻസ് ഇയർ, കാരണം നമ്മൾ ഒരു ഇയർ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്ത ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആദ്യം റീ രജിസ്ട്രേഷന്റെ കാര്യം തന്നെ പറയാം. റീ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. കാരണം നമുക്ക് ചൂസ് ചെയ്യണം, സബ്ജക്ട് ചൂസ് ചെയ്യണം, നമ്മളുടെ എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് അപ്ലൈ ചെയ്താലാണ് നമുക്ക് രജിസ്ട്രേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നത്. സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ അത് രജിസ്റ്റർ ചെയ്യണം. അതിനെയാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയാം. അപ്പൊ ഈ റീ രജിസ്ട്രേഷനെ സ്റ്റാർട്ട് ചെയ്തത് ഓൾറെഡി മെന്റേഴ്സ് ത്രൂ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. 2-ാം തീയതി ഡിസംബർ 2, 2024 റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ലേറ്റ് ഫീ ആയിട്ടുള്ളത് ജാനുവരി 31 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ജാനുവരി 31 ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും റീ രജിസ്ട്രേഷൻ ചെയ്യണം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പോർട്ടൽ വഴി, ഞാനിവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പിന്നെ സൈറ്റിൽ നിങ്ങൾക്ക് കയറിയിട്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പോർട്ടൽ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലേൺ വൈസിന്റെ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പും കൂടെ നമ്മൾ ഇവിടുന്ന് ചെയ്തിരുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക്, കാരണം നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അതെങ്ങനെയാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത് എന്നാണ് നമുക്ക് അടുത്ത നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇഗ്നു രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്യാം. റീ രജിസ്ട്രേഷന് ഒരു പോർട്ടൽ, ഒരു ലിങ്ക് ഉണ്ട്. അതിന്റെ ലിങ്കാണ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കുക. എന്നിട്ട് അവിടെ നമ്മുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പാസ്വേഡ്, എൻറോൾമെന്റ് നമ്പറും നിങ്ങൾക്ക് ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി അയച്ച ആ ഒരു മെയിലിൽ, കൺഫർമേഷൻ മെയിലിൽ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഏതാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. അതായത് നമുക്ക് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് അറിയാം കൗൺസിലിംഗ് ഉണ്ട്, ക്ലിനിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി ഒന്ന് കാണും. എന്നിട്ട് നമ്മൾ റീ രജിസ്ട്രേഷന്റെ ഫീയും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ഒരു റെസിപ്റ്റ് ഡൗൺലോഡും ചെയ്ത് ഒരു കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു സ്ലിപ്പും നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിലുള്ള പ്രോസസ്സ്. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ലേൺ വൈസ് തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് തരുന്നുണ്ട്. അതായത് റീ രജിസ്ട്രേഷന് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു ബേർഡൻ നിങ്ങളുടെ തലയിലേക്ക് വെക്കാതെ നമ്മൾ തന്നെ അത് കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീസിബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റീ രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ നോട്ട് ചെയ്യാനുള്ള ഒരു പെന്നും പേപ്പറും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെ മെന്റേഴ്സ് വഴി റീ രജിസ്ട്രേഷന്റെ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഉടനെ തന്നെ ചെയ്യുക. കാരണം നമ്മൾ ഈ മാസം അവസാനം വരെ നമുക്ക് ടൈം ഉണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് അത്രയും ഒരു ടൈം കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് അത് ലാസ്റ്റ് മിനിറ്റിലോട്ടേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സൈറ്റ് ഡൗൺ ആവുകയും അതുപോലെ പല ഇഷ്യൂസും ഫേസ് ചെയ്യേണ്ടി വരും. സോ ആസ് സൂൺ ആസ് പോസിബിൾ തന്നെ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക.
അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു സെഷനിലോട്ടേക്ക് കടക്കാം. അതായത് ഇന്നത്തെ ഒരു സെഷന്റെ ഞാനിപ്പോ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ സെക്കൻഡ് ഇയറിന്റെ കോഴ്സ് വർക്ക് എന്താണ്, നമ്മൾ എങ്ങനെയാണ് സ്ട്രാറ്റജിക്കലി ഒരു പ്ലാനിങ് നടത്തുന്നത്, അതുപോലെ തന്നെ ലേൺ വൈസ് ആയിട്ടുള്ള നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഒക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇതിനോടകം കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ വേറെ കുറച്ച് ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. റെഫർ എ ഫ്രണ്ട്, അതുപോലെ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ സെക്കൻഡ് ഇയർ രജിസ്ട്രേഷനിലുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്നുണ്ടാവും. പിന്നെ അതുപോലെ ഈ ഒരു സെഷന്റെ എൻഡിലോട്ടേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലുള്ള നിങ്ങളുടെ മനോഹരമായ എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്നുള്ള ഒരു സെഷൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു സെഷന്റെ ഒരു ഓവർവ്യൂ. ഓക്കെ, അപ്പൊ ഞാൻ ഹന മാമിനെ ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഇയറിന്റെ ഒരു കാലെടുത്തോട്ട് വെക്കുന്ന സമയത്ത് നമുക്കൊരു ഫൗണ്ടേഷൻ ആവശ്യമാണ്. കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹന പറഞ്ഞു തരുന്നു. ഹന മാം. അപ്പൊ നമ്മള് അക്ഷര മാം നമുക്ക് നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. എന്തായിരിക്കും നമ്മളുടെ ഈ ഒരു സെഷനെ പറ്റി, സെഷൻ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഓറിയന്റേഷൻ സെഷനിലൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മളൊരു സിലബസ് ഡീകോഡിങ്ങിനൊക്കെ ഇരുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അല്ലെ, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു സിലബസ് എങ്ങനെയാണ് സെക്കൻഡ് ഇയറിൽ, ഫസ്റ്റ് ഇയറിൽ പഠിച്ച അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണുള്ളത്, എന്തൊക്കെയാണുള്ളത്. ഇപ്രാവശ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുള്ളത് നമ്മൾ ചൂസ് ചെയ്യാണ് അല്ലെ, നമ്മളുടെ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മുടെ സ്പെഷ്യലൈസേഷൻ നമ്മൾ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു അഭിരുചിക്ക് അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. റീ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ അക്ഷര മാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരും റീജോയിൻ ചെയ്ത് കഴിഞ്ഞു, രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാരുണ്ട്, ചെയ്യാനിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, എന്റെ തന്നെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഈ സെഷൻ അവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നിരുന്നാലും എല്ലാവരും എന്തെങ്കിലും എന്താ പറയാ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. രജിസ്ട്രേഷൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ചോദിക്കുക. പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മളൊരു സിലബസ് എന്നുള്ളത് നമ്മളൊന്ന് കവർ ചെയ്യാൻ പോകുന്നുണ്ടാകും. ഓക്കെ, സോ നമ്മൾക്ക് കോർ സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ പോലെ തന്നെ ഇലക്ടീവ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ പ്രധാനമായിട്ടും സെക്കൻഡ് ഇയറിൽ പറയാ വെച്ചാൽ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ് ഉള്ളത്. കൂടുതലും നമുക്ക് എത്രമാത്രം തിയറി സബ്ജക്ട്സ് ഉണ്ടോ അത്രയും തന്നെ നമുക്ക് എന്തുണ്ട്, പ്രാക്ടിക്കൽസും ഉണ്ട്. പിന്നെ സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടൈസ്, നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനും ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ സെക്കൻഡ് ഇയറിന്റെ ക്ലിനിക്കൽ സൈക്കോളജി ഗ്രൂപ്പ് എ എന്ന് പറയുന്നത്, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഇങ്ങനെ 3 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അതിൽ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജി ആണ്. ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ് സൈക്കോളജി, ആൻഡ് ഗ്രൂപ്പ് സി ഉണ്ട്. ഗ്രൂപ്പ് എനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി എടുത്ത ആൾക്കാർക്ക് നമ്മൾ കുറച്ചുകൂടി ക്ലിനിക്കൽ കേസസ്, ക്ലിനിക്കൽ കണ്ടീഷൻസ്, അബ്നോർമൽ സൈക്കോളജി കുറച്ചുകൂടി നമ്മൾ അതിൽ സൈക്കോപാത്തോളജിക്കൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ്, ഡിസോർഡർ കണ്ടീഷൻസിനെ പറ്റിയൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സോ അതിൽ നമുക്ക് ഏതൊക്കെയാണ് തിയറി പേപ്പേഴ്സ് ഉള്ളത്, എന്തൊക്കെയാണ് ആ തിയറി പേപ്പേഴ്സിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു കണ്ടന്റ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്. സോ ക്ലിനിക്കൽ സൈക്കോളജി ഗ്രൂപ്പ് എയിൽ ഓരോ ക്രെഡിറ്റ്സും ഉണ്ട്. ക്രെഡിറ്റ്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞ കാര്യമാണ്. ഈ ക്രെഡിറ്റ്സ് നമ്മൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഫസ്റ്റിൽ നിങ്ങൾക്കുള്ള പേപ്പറാണ് MPCE 1-1 സൈക്കോപാത്തോളജി. സൈക്കോപാത്തോളജി എന്ന് പറയുന്നത് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. നമ്മൾ പൊതുവെ ഫസ്റ്റ് ഇയറിൽ എല്ലാം 4 ക്രെഡിറ്റ് തന്നെയായിരുന്നു, പ്രാക്ടിക്കൽസ് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. സോ ഓക്കെ, അപ്പൊ നമുക്ക് സൈക്കോപാത്തോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ ആണ് ആദ്യം ഉള്ളത്. പിന്നെ രണ്ടാമത് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പേര് മാത്രം നോക്കുകയാണ്. സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ്, ഇതൊക്കെ 4 ക്രെഡിറ്റ്സ് വരുന്നതാണ്. ആൻഡ് പിന്നെ വരുന്നത് പ്രാക്ടിക്കം ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. പ്രാക്ടിക്കം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽസിനെ തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽസ് ഉണ്ട്. നിങ്ങൾ പലർക്കും ലിസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും സ്റ്റഡി സെന്ററിൽ. ഈ ജനുവരി ഫെബ്രുവരിയിലൊക്കെ പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് അല്ലെ, ചില ആൾക്കാർ പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയുള്ള സെയിം പ്രാക്ടിക്കൽസ് സെക്കൻഡ് ഇയറിൽ നമുക്കുണ്ട്. അതിൽ 6 ക്രെഡിറ്റ് ആണ് വരുന്നത്, ക്രെഡിറ്റ് കൂടുതലാണ്. സോ അത് നമ്മൾ സ്റ്റഡി സെന്ററിൽ പോയി ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ ഫസ്റ്റ് ഇയർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ സ്റ്റഡി സെന്ററിൽ അവർ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ആ ക്ലാസ് നമ്മൾ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് അതിനൊരു എക്സാം ഉണ്ടാകും, അതിനൊരു വൈവ ഉണ്ടാകും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് പോകുന്നത്. പ്രാക്ടിക്കംസ് എന്ന് പറയുന്നത് ക്ലിനിക്കലിനും ഉണ്ട്, കൗൺസിലിങ്ങിനും ഉണ്ട്. പ്രാക്ടിക്കം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ തന്നെയാണത്. ഓക്കെ, നമുക്ക് വരുന്നത് ഇന്റേൺഷിപ്പ് ആണ്. അതിന് 8 ക്രെഡിറ്റ്സ് വരുന്നത്. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു
240 hours നമ്മൾ ഇന്റേൺഷിപ്പ് പുറത്ത് ഒരു സെന്ററിൽ, ഇപ്പം ക്ലിനിക്കലൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ഒക്കെ നമ്മൾ പെർമിഷൻ എടുത്ത് അവിടെ പോയി ഒരു മാസം നമ്മൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്തതിന്റെ ഒരു റിപ്പോർട്ട് നമ്മൾ കാണിക്കേണ്ടി വരും സ്റ്റഡി സെന്ററിൽ. ആ സമയത്ത് നമുക്ക് കുറച്ച് കേസസ് അല്ലെ, ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്ത ആൾക്കാരും ഉണ്ടാവും, ചെയ്യാൻ പോകുന്ന ആൾക്കാരും ഉണ്ടാവും സെക്കൻഡ് ഇയറിൽ. അപ്പോൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ബിക്കോസ് നമ്മൾക്ക് ക്ലാസ്സുകളോ നമ്മൾ പുറത്തേക്ക് പോകുന്നില്ല, നമ്മൾ തിയറി മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഇയറിൽ എന്ത് തന്നെ ആയാലും നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ടുള്ള ആ ഒരു എക്സ്പോഷർ കിട്ടേണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്റേൺഷിപ്പ് നമുക്ക് കമ്പൽസറി ആയിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്യാണ്ട് നമുക്ക് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ ഇടയ്ക്ക് നമ്മൾ എക്സാം എഴുതുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു മാസം കൺവീനിയന്റ് ആയിട്ട് നമ്മൾ നോക്കി, നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അധികം, അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആയിരിക്കും, കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഏത് മന്ത് ആണോ നമുക്ക് ഓക്കെ ആവുന്നത് എക്സാമിനുള്ളിൽ ആ ഒരു മന്ത് ഇപ്പോഴേ ഷെഡ്യൂൾ ചെയ്ത് പെർമിഷൻ ഒക്കെ വാങ്ങിച്ച് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യും. അതിനനുസരിച്ചിട്ട് അവിടെയുള്ള ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്നിടത്തുള്ള ഒരു സൂപ്പർവൈസർ അവർ നമുക്ക് നമ്മളുടെ ആ ഒരു ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ട് മാർക്ക് ഇടുന്നുണ്ടാകും. ആ ഒരു മാർക്ക് നമുക്ക് ആ പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു മാർക്ക്, അതും ഒക്കെയാണ് ഇന്റേൺഷിപ്പിന്റെ സ്കോർ എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പിന് ഒരു എക്സാം ഉണ്ടാവില്ല. ഈ പ്രാക്ടിക്കൽസിനൊന്നും അങ്ങനെയുള്ള എക്സാം ഉണ്ടാവില്ല. പ്രാക്ടിക്കലിന് എക്സാം ഉണ്ടാവും നമ്മൾ അവിടെ പോയിട്ട്. ഇന്റേൺഷിപ്പിന് അങ്ങനെയുള്ള ഒരു എക്സാം എന്നുള്ള രീതിയിൽ ഉണ്ടാവില്ല, വൈവ എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ നമുക്ക് പിന്നെ വരുന്നത് പ്രൊജക്റ്റ് ആണ്. 3 തിയറി പേപ്പറും 3 പ്രാക്ടിക്കൽസും അല്ലേ വരുന്നത്. പ്രൊജക്ട് എന്ന് പറയുന്നത് ഫുള്ളി കമ്പൽസറി ആയിട്ടല്ല ഇപ്പൊ വരുന്നത്. നമുക്ക് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ റിസർച്ച് പേപ്പറും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ച ആളുകളാണ്, എക്സാം എഴുതിയ ആളുകളാണ്. ചില ആൾക്കാർ എക്സാം എഴുതിയിട്ടുണ്ടാവില്ല, അവർ ജൂണിൽ എക്സാം എഴുതാൻ പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരെയാണ് ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു സൈക്കോളജിയായി നമ്മളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിനെ, ഒരു കാര്യത്തിനെ, ഒരു പ്രോബ്ലമിനെ നമ്മൾ എടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ റിസർച്ച് മെത്തേഡ്സിൽ പഠിച്ച എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സാമ്പിളിനെ എടുക്കുക, നമ്മൾ അതിലേക്ക് നമ്മുടെ അഡ്മിനിസ്റ്റർ ചെയ്യുക. നമ്മൾ പഠിക്കുന്നത് എന്ത് കാര്യമാണോ അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, കൺക്ലൂഡ് ചെയ്യാണ്, റിപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊജക്റ്റിൽ വരുന്നത്. ഇനി നമുക്ക് അതിന് പറ്റുന്നില്ല, പ്രൊജക്ട് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റിൽ വരുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിൽ പ്രൊജക്ടിന് പകരം നമുക്ക് വേറൊരു തിയറി പേപ്പർ എടുത്ത് പഠിക്കാൻ പറ്റും, വിച്ച് ഇസ് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി. അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു തിയറി പേപ്പറാണ്. നമുക്ക് പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യം എവിടെ വരില്ല, അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയാണ് എടുക്കുന്നതെങ്കിൽ. ഓക്കെ, അതൊരു തിയറി പേപ്പറാണ്. പക്ഷെ അതിന് 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. ബാക്കിയുള്ള തിയറി പേപ്പേഴ്സിനെ പോലെ എല്ലാ 100 മാർക്കിനാണ് അത് വരുന്നത്. 6 ക്രെഡിറ്റ് ആണ് അതിന് വരുന്നത്. അപ്പൊ അത് പ്രൊജക്ടിന് പകരമായതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊജക്ട് എടുക്കേണ്ടി വരില്ല. പകരം ഈ ഒരു അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ എടുത്ത് പഠിച്ചാലും മതി, പ്രൊജക്ട് എടുക്കാൻ താല്പര്യമില്ലാത്തവർ. സോ അത് നമുക്ക് ഏത് ഗ്രൂപ്പിലും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ എല്ലാ ഗ്രൂപ്പിലും ഇന്റേൺഷിപ്പും പ്രൊജക്റ്റും പ്രാക്ടിക്കലും വരുന്നുണ്ടാവും, തിയറി പേപ്പർ മാറുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇതാണ് ക്ലിനിക്കൽ സൈക്കോളജിന്റെ ഒരു ഓവർവ്യൂ. ഇനി ഗ്രൂപ്പ് ബി കൗൺസിലിംഗ് സൈക്കോളജിയാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്ട് ഉണ്ട്, അത് ഓപ്ഷണൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിന് പകരം എടുക്കാൻ പറ്റുന്ന പേപ്പറാണ് MPCE 4-6 അഥവാ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ്, MPCE 2-1 കൗൺസിലിംഗ് സൈക്കോളജി. തിയറീസ് ആണ് നമ്മൾ അതിൽ പഠിക്കേണ്ടാവുക. ദെൻ MPCE 2-2 അതായത് അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്. ദെൻ ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് MPCE 2-3. ഇത് 3 നമ്മൾ തിയറി പേപ്പറാണ്. പിന്നെ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ അതേ കണക്കിന് പ്രാക്ടിക്കൽസ് വരും, ഇന്റേൺഷിപ്പ് വരും, പ്രൊജക്ട് വരും. പ്രൊജക്ട് എടുക്കുന്നില്ലെങ്കിൽ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി വരും. ഓക്കെ, പാസ്സായിരിക്കണം അല്ലെ പ്രൊജക്ട് ചെയ്യാൻ? പാസ്സായിരിക്കണം എന്ന് പറയുന്നത് ആദ്യം അത് കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ യൂണിവേഴ്സിറ്റി അങ്ങനെ പറയുന്നില്ലെങ്കിലും ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മളിപ്പോ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും റിസർച്ചും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രൊജക്ട് പഠിക്കാനും പറ്റുള്ളൂ. എന്തായാലും നമ്മളത് പഠിച്ചിരിക്കണം എന്നുള്ള രീതിക്കാണ് ആ എക്സാം പാസ് ആവണം എന്നുള്ളത് വരുന്നത്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പ് സി ഉണ്ട്, അത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ. യെസ്, ശ്രേയ മനസ്സിലായല്ലേ? ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജിയാണ് മൂന്നാമത്തെ. ഇത് നമ്മൾ ലേൺ വൈസിൽ സപ്പോർട്ട് ചെയ്യാത്ത ഒരു സബ്ജക്റ്റ് ആണ്, ഗ്രൂപ്പ് ആണ്.
സോ നമ്മുടെ ലേൺ വൈസിൽ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും ആണ് നമുക്ക് സപ്പോർട്ട് ഉള്ളത്. സോ ഇതിൽ ജസ്റ്റ് പേപ്പേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്. നമ്മളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മളൊരു കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ ഒരു HR എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജിയാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മളുടെ ആ ഒരു ഗ്രൂപ്പ് A, B ആൻഡ് C എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ക്ലിനിക്കൽ സൈക്കോളജി ഗ്രൂപ്പ് എയിൽ വരുന്നത് ഇത്രയുമാണ്. നേരത്തെ പറഞ്ഞ സെയിം സബ്ജക്ട്സിന്റെ ലിസ്റ്റ് ഒന്നുകൂടി നമ്മൾ നോക്കുകയാണ്. ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി ആണെങ്കിൽ ഗ്രൂപ്പ് ബി, അതിൽ 3 പ്രാക്ടിക്കൽസ് ഉണ്ടാകും, 3 തിയറി ഉണ്ടാകും. അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി, നമുക്കറിയാം പോസിറ്റീവ് സൈക്കോളജി ഇപ്പൊ പുതുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി പുതുതായിട്ട് വന്ന ഒരു എമേർജിങ് ഏരിയ ആണ് നമ്മൾ സൈക്കോളജിയിൽ പോസിറ്റീവ് സൈക്കോളജി. ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ഫൗണ്ടേഷൻസ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, അതിൽ ഒരുപാട് പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഒരുപാട് വർക്ക്ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഒരു അവയർനെസ് കുട്ടികളിലേക്ക്, അതായത് സ്റ്റുഡൻസിലേക്ക്, സൈക്കോളജി സ്റ്റുഡൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ അതിന്റെ ഉള്ളിലുള്ള ഇന്റർവെൻഷൻസ്, കാര്യങ്ങൾ, അതൊക്കെയാണ് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിലേക്ക് വരുന്നത്. ഓക്കെ, സോ നമ്മൾ സൈക്കോ പാത്തോളജി, ക്ലിനിക്കൽ സൈക്കോളജി എടുക്കുകയാണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിന്റെ ഉള്ളിലേക്ക്, ഓരോ പേപ്പറിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ MPCE 011 സൈക്കോ പാത്തോളജി എന്ന് പറയുന്ന പേപ്പറിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ സൈക്കോ പാത്തോളജി, അതായത് പലതരം സൈക്കോളജിക്കൽ ഡിസോർഡർ കണ്ടീഷൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. നിലവിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമുക്ക് ഈ പഠിക്കാനുണ്ടാവുക. ഇപ്പം ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, മൈൽഡ് മെന്റൽ ഡിസോർഡേഴ്സ്, മൂഡ് ഡിസോർഡേഴ്സ്, പല രീതിയിലുള്ള പല കാറ്റഗറൈസേഷൻ നമുക്ക് പഠിക്കാനുണ്ടാവും. സ്കിസോഫ്രീനിയ പോലെയുള്ള സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് 10 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്, ഇതിന്റെ സിംറ്റംസ് എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സൈക്കോ പാത്തോളജിയിൽ പഠിക്കുന്നുണ്ടാവുക. സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ആണെങ്കിൽ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്, അതായത് സൈക്കോളജിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു ഒരു കണ്ടീഷനെ ഡയഗ്നോസ് ചെയ്യുന്നത്, എങ്ങനെയുള്ള ഫംഗ്ഷൻ, എങ്ങനെയുള്ള ടെസ്റ്റുകൾ വെച്ചിട്ടാണ്, എങ്ങനെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡയഗ്നോസിസിൽ എത്തുന്നത്, കോഗ്നിറ്റീവ് ഫംഗ്ഷൻസിനെ നമ്മൾ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, പല രീതിയിലുള്ള ടെസ്റ്റുകൾ, സ്ക്രീനിങ് ടെസ്റ്റുകൾ ആണെങ്കിലും എന്താ പറയാ, നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ആണെങ്കിലും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം പേഴ്സണാലിറ്റിയിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ആണെങ്കിലും പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൽ പഠിക്കുന്നുണ്ടാവും. ഒന്നുകൂടെ പേഴ്സണാലിറ്റി പഠിച്ച ആൾക്കാർ കുറച്ച് ഈസി ആയിരിക്കും. എല്ലാവരും പേഴ്സണാലിറ്റി പഠിച്ച ആൾക്കാർ തന്നെയാണ്. സോ ഇനി വരുന്ന സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് ആണ്. സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സിൽ നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ, അതായത് നമ്മൾ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചു. അത് നമ്മളൊരു ക്ലയന്റ് നമ്മൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആളുടെ ഡയഗ്നോസിങ് നമുക്ക് മനസ്സിലായി. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ട്രീറ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ ഇന്റർവെൻഷൻ പ്ലാൻ ആണ്, മാനേജ്മെന്റ് പ്ലാൻ ആണ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് പ്ലാൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ആ പല ടൈപ്പിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാനുകൾ എന്തൊക്കെയാണ്, ഓരോ മെന്റൽ ഡിസോർഡേഴ്സിനും വരുന്ന ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ്, അതിന്റെ പല വ്യത്യസ്തമായ മൊഡാലിറ്റീസ് ഉണ്ടാകും. ദെൻ അതിൽപ്പെട്ടതാണ് കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ തെറാപ്പി, അതുപോലെ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ്
ബാക്കിയുള്ള പല സൈക്കോ അനാലിസിസ്, ഇതൊക്കെ ഈ തെറാപ്പീസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാകും. പിന്നെ ഈ അക്രോസ് ദ ലൈഫ് സൈക്കിൾ, അതായത് പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്ന ഒരു സൈക്കോ തെറാപ്പീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സിൽ പഠിക്കുന്നുണ്ടാവുക. ദെൻ പ്രാക്ടിക്കൽസ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽസ് ആണ്. പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ ഇതില് ഇപ്പൊ കമ്പൽസറി ആണ് നമ്മൾ പ്രാക്ടിക്കൽസ് എന്ത് തന്നെയായാലും അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതിൽ നമ്മൾ ഇവിടെ TATയും റോഷാർക്കൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പേഴ്സണാലിറ്റിയിൽ പഠിച്ച ടെസ്റ്റുകളൊക്കെയാണ്. തിയമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണെങ്കിൽ, റോഷാർക്ക് ടെസ്റ്റ് ആണ്. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടിക്കൽസിന് വേണ്ടി പോകുക അല്ലെ. ആൻഡ് അവിടെ നമ്മളെ ഓവറോൾ പെർഫോമൻസ്, ആ ടെസ്റ്റുകൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂ പ്രാക്ടീസ്, നമ്മളൊരു ക്ലയന്റിന്റെ അടുത്ത് എങ്ങനെയാണ് ആ ഒരു ഇന്റർവ്യൂ നമ്മൾ നടത്തുന്നത്, ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്നുണ്ടോ, ഈ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാകും. ഓക്കെ. ദെൻ ഇന്റേൺഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോവാണ്. അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു എൻവയൺമെന്റിനെ എങ്ങനെ പഠിക്കുന്നു, ആ ഒരു കേസസ് നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, എങ്ങനെ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് 10 കേസസ് എടുക്കാനുണ്ടാകും. ദെൻ ആ ഒരു സെറ്റിങ്സ് എങ്ങനെയാണുള്ളത്, നമ്മൾ നല്ല രീതിക്കുള്ള ഏറ്റവും നന്നായിട്ടുള്ള ഒരു സെറ്റിങ്സ് തന്നെ ചൂസ് ചെയ്ത് നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്ത് നമ്മൾ പഠിച്ച് ഒരു എന്താ പറയാ, നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ ക്ലയൻസിനെ കാണും, നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ആ ഒരു ഇന്ററാക്ഷനും എങ്ങനെ ആ ഒരു റാപ്പോ ബിൽഡിങ്ങും ഒക്കെ നമ്മൾ അവിടെ പഠിക്കും. ഇതൊക്കെയാണ് നമ്മളുടെ ആ ഒരു മൊത്തത്തിലുള്ള പെർഫോമൻസിനെയാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഗ്രൂപ്പ് ബി, നമ്മൾ ഒന്നുകൂടി ഗ്രൂപ്പ് ബിയിലുള്ള പേപ്പേഴ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൗൺസിലിംഗ് സൈക്കോളജി എടുത്ത ആൾക്കാർക്ക് അല്ലെ, MPCE021 കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിന്റെ ഉള്ളിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും. എന്താണ് കൗൺസിലിംഗ്, എങ്ങനെയാണ് കൗൺസിലിംഗ് വന്ന ആ ഒരു ഡെഫിനിഷൻസ്, കൗൺസിലിംഗ് മോഡൽസ് ഏതൊക്കെയാണ്, അപ്രോച്ചസുകൾ ഏതൊക്കെയാണ്, ടൈപ്പ് ഓഫ് കൗൺസിലിംഗ്, പലതരത്തിലുള്ള കൗൺസിലിംഗ്, ഇപ്പൊ ബ്രീഫ് അപ്രോച്ചസുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ എങ്ങനെയാണ്, മെന്റൽ ഡിസോർഡേഴ്സിനുള്ള കൗൺസിലിംഗ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ദെൻ അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്, കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൽ വരുന്ന അസസ്മെന്റുകൾ എങ്ങനെയൊക്കെയാണ്, ഈ അസസ്മെന്റുകളുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ ഒരു അസസ്മെന്റ്, ഒരു ക്ലയന്റ് നമ്മളെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ ഒരു അസസ്മെന്റിനെ പ്ലാൻ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ്മെന്റ് ആൻഡ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കും. ആൻഡ് ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ്. നെക്സ്റ്റ് അസസ്മെന്റ് ചെയ്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർവെൻഷൻസ്, സൈക്കോതെറാപ്പി എന്നുള്ള രീതിക്ക് എന്തൊക്കെ വരും, സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ കൗൺസിലിംഗ് എന്നുള്ള രീതിയിലും കൗൺസിലിംഗ് ഇന്റർവെൻഷൻസ്, ഈ ഫ്യൂച്ചർ ഡയറക്ഷൻസ്, അതായത് ഈ കൗൺസിലിംഗ് ഇപ്പൊ ഓൺലൈൻ കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കൗൺസിലിംഗുമായിട്ട് നമുക്ക് അതിനെ ബന്ധപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗിൽ നമ്മൾ പഠിക്കും. പിന്നെ പ്രാക്ടിക്കംസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രാക്ടിക്കൽസ്, നമ്മൾ പഠിച്ച തിയറിയിൽ നിന്നും ഉൾക്കൊണ്ട കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാകും. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കലിന് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലിനിക്കലിനെക്കാട്ടി കുറച്ചുകൂടി കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മളൊരു സ്കൂൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ കരിയർ കൗൺസിലിംഗ് ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അവിടെ നമ്മുടെ ഇവാലുവേഷൻ എങ്ങനെയാണ്, ആ ഒരു സെറ്റിംഗ്സ് ഒക്കെ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് കേസൊക്കെ എടുക്കുന്നത്, ഡീൽ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാവുക. ഇനി പോസിറ്റീവ് സൈക്കോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ കോർ പ്രിൻസിപ്പൽസ്, ഓരോ ബ്ലോക്കിന്റെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി, ഫൗണ്ടേഷൻസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി, ബേസിക് കാര്യങ്ങൾ, കീ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സ്, പ്രോസസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും ബ്ലോക്ക് 2. ബ്ലോക്ക് 3യിലാണെങ്കിൽ പോസിറ്റീവ് കോഗ്നിറ്റീവ് സ്റ്റേറ്റ് ആൻഡ് പ്രോസസ്സ്, കോഗ്നിറ്റീവ് സ്റ്റേറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ. ബ്ലോക്ക് 4ൽ എത്തുമ്പം പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു അപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണ്, ഈ എഡ്യൂക്കേഷനിൽ, ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ, വർക്ക് പ്ലേസിൽ, ഇവിടൊക്കെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം ഈ ഒരു പഠിച്ച കാര്യത്തിന്. ആൻഡ് ബ്ലോക്ക് 5ൽ ഒരു സമയത്ത് ഇന്റർവെൻഷൻസ്, എങ്ങനെ ഇന്റർവെൻഷൻസ് ഈ പോസിറ്റീവ് സൈക്കോളജിയിൽ വരുന്ന ഇന്റർവെൻഷൻസ് എങ്ങനെയാക്കെ, ഓവറോൾ നമ്മളുടെ ഒരു വെൽബീയിങ് എങ്ങനെ എൻഹാൻസ് ചെയ്യുക, സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനെ എൻഹാൻസ് ചെയ്യുക, ഈ മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ ഒക്കെ വഴി നമ്മൾ സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ചസ് എന്നുള്ള രീതിയിലാണ് ബ്ലോക്ക് 5ൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇനി നമുക്ക് ഇതൊക്കെയാണ് നമ്മളുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് സ്റ്റഡി പ്ലാൻ നമുക്ക് ആക്ച്വലി നല്ലൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ എല്ലാവരുടെയും കയ്യിലുണ്ടാകും. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ സക്സസ്ഫുള്ളി എക്സാം എഴുതി കഴിഞ്ഞ ആൾക്കാർ, ചിലരുടെയൊക്കെ ഓരോ പേപ്പറിനൊക്കെ റിസൾട്ട് വന്നു ഇന്നലെ ഞാനൊക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, അതിന്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ
അല്ലെങ്കിൽ നമ്മൾ ഇതന്നെയാണ് പക്ക ഇതുപോലെ തന്നെ അങ്ങ് പോയാൽ മതിയോ, ഇതൊക്കെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് വരാത്ത ആൾക്കാർക്ക് ഇപ്പോൾ പെട്ടെന്ന് വരുന്നുണ്ടാവും ഓരോ പേപ്പേഴ്സ് ഒക്കെ. എന്നിരുന്നാലും നമുക്ക് വെറുതെ ഒന്ന് എങ്ങനെയൊക്കെ നമ്മൾ അസൈൻമെന്റ് എക്സാം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും, നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡെഡ് ലൈൻ എപ്പോഴും വെക്കണം. നമ്മൾ ആ ഒരു ഫുൾ സെക്കൻഡ് ഇയറിന്റെ പ്ലാൻ എപ്പോഴും ഇരുന്ന് എഴുതണം. ഓക്കെ, പറ്റുമെങ്കിൽ പേപ്പറും പെന്നും എടുത്തിട്ട് എഴുതുക. ഓക്കെ, ഇന്ന മന്തിൽ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യണം, അപ്പൊ ഇന്നത് രീതിക്ക് എനിക്ക് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സമയത്ത്, കാരണം ഇന്റേൺഷിപ്പിന് നമുക്ക് ഒരുപാട് എഴുതാനുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിലേക്ക് ഇന്ന മന്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ തന്നെ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം അല്ലെ. മാനേജബിൾ ഗോൾസ് ഉണ്ടാക്കി വെക്കണം. നമ്മൾ കൗൺസിലിംഗ് പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു തിയറി പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇപ്പൊ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ആൻഡ് ടൈം മാനേജ്മെന്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എക്സാം സമയത്ത് ഒരുപാട് കേട്ട പരിപാടിയാണിത്. ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞേ ഉള്ളൂ, ആ ഒരു ചൂട് മാറുന്നേ ഉള്ളൂ നമ്മളുടേത്. ഓക്കെ, സ്റ്റഡി സ്കെഡ്യൂൾ ഉണ്ടാക്കുക, പ്രൊഡക്ടിവിറ്റി ടൂൾസ് നമ്മൾ പറഞ്ഞ പോലെ, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, ഈ ചെറിയ ചെറിയ ഫ്ലോ ചാർട്ടുകൾ, കുഞ്ഞു 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 ഫ്ലോ ചാർട്ടുകൾ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് എഴുതി എഴുതി പോവുക. അത് നല്ലൊരു പ്ലാൻ ആണ് എന്നുള്ളത്. ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും കുറച്ചെങ്കിലും സമയം നമ്മൾ പഠിക്കാൻ തീരെ മൂടിലെ അസൈൻമെന്റ് എങ്കിലും എഴുതുക എന്നുള്ള രീതിയിൽ പോവുക എന്നുള്ളത്, എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിനെക്കാട്ടും കുറച്ചുകൂടി പണികൾ കൂടുതൽ ഉണ്ടാകും സെക്കൻഡ് ഇയറിൽ. പക്ഷെ പഠിക്കാൻ അത്രയും ഉണ്ടാവില്ല. പഠിക്കുന്നതിനെക്കാട്ടിയും എഴുത്ത് പണികളൊക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതിന് സമയം എന്തായാലും വേണ്ടി വരും. പ്രത്യേകിച്ച് സമയം ഇല്ലാത്ത ആൾക്കാരിന് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ അതിലിരുന്ന് വർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ നമ്മൾ അതിന്റെ ഇടയിൽ നമ്മളുടെ സെൽഫ് കെയർ മറന്നു പോകരുത്. നമ്മളൊരു മൈൻഡ് സെറ്റ്, നമ്മൾ പഠിക്കുന്നതിന്റെ ഇടക്ക് വല്ലാണ്ട് ഇങ്ങനെ ടൈറ്റ് സ്കെഡ്യൂൾ ആകുന്ന സമയത്ത് നമ്മളുടേതായ നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക, കുറച്ച് ബ്രേക്ക് ഒക്കെ എടുക്കുക, എക്സസൈസ് ഒക്കെ ചെയ്യുക അല്ലെ. സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുക. സ്ട്രെസ് എന്തായാലും വരും, സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അത് മാനേജ് ചെയ്യുക, നല്ല രീതിക്ക് മാനേജ് ചെയ്യുക. മൈൻഡ്ഫുൾനെസ് ഒക്കെ നമുക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൂളൊക്കെ ഉപയോഗിച്ച് നമ്മളത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു നമ്മളുടെ ലേൺ വൈസിന്റെ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ കണ്ട ആൾക്കാരാണ്. എന്നിരുന്നാലും നമുക്ക് ഇപ്പോഴും ഇത് തന്നെയാണ്. നമുക്ക് നമ്മളുടെ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്, നമുക്ക് റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു വർഷത്തെ മൊത്തം റെക്കോർഡഡ് സെഷൻസ് നമ്മൾ ആപ്പിലുണ്ട്. പ്ലസ് അതിന്റെ കൂടെ നമ്മൾ ലൈവ് വീഡിയോ ലെക്ചേഴ്സും കൂടെയും പോകുന്നുണ്ടാവും അല്ലെ. ഓരോ ബ്ലോക്ക് കഴിയുന്നേരം അതിന്റെ ലൈവ് വരുന്നുണ്ടാവും. അപ്പൊ ലൈവിലും കൂടി ഇരുന്ന് അതൊന്നുകൂടി റിവിഷൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ടാവും. അതിന്റെ കൂടെ നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് അല്ലെ, നമ്മുടെ ആ VAN നോട്ട്സ് പലരും പറഞ്ഞു വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ അതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും. അതിന്റെ കൂടെ നമുക്ക് എക്സാം PDF, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സാം സ്പെഷ്യൽ ഗൈഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഉണ്ടാകും. അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ആൻഡ് ഓരോ അസൈൻമെന്റിന്റെ ആൻസർ ബുക്കും ക്വസ്റ്റ്യനും നമുക്ക് അസൈൻമെന്റ് ആപ്പിലുണ്ട്. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാമിന്റെ കുറച്ച് മുന്നായിട്ട് നിങ്ങൾക്ക് അത് വരുന്നുണ്ടാകും എപ്പോഴും. അതിന്റെ ഒരു ഡോക്യുമെന്റും ആപ്പിൽ അവൈലബിൾ ആണ്. അതിന്റെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ഇയറിൽ അല്ലെ. പിന്നെ നമ്മളൊരു മോഡൽ എക്സാം ഉണ്ടാകും. നമുക്ക് എക്സാമിന് അടുപ്പിച്ച് നമുക്കൊരു മോഡൽ എക്സാം ഉണ്ടാകുന്നുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് മെന്റേഴ്സ് ഉണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. ഇനി നമുക്ക് പറ്റുന്നില്ല, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നമുക്ക് അക്കാഡമിക് അല്ലെങ്കിലും അക്കാഡമിക് റിലേറ്റഡ് അല്ലാത്തതാണെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്. ഹാപ്പിനെസ് അംബാസിഡർ നമ്മൾ നേരത്തെ കണ്ട അക്ഷര മാം തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി മാമിന് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നീട് മാമിന്റെ ഒരു വീഡിയോ കാണാണ്ടായി പോയത്. ഓക്കെ, സോ ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. നമ്മൾ അതിലേക്ക് കടന്ന് വരേ വേണ്ടുള്ളൂ. നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ ഇതിനൊക്കെ മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് അല്ലെ. ഫസ്റ്റ് ഇയറിൽ വന്ന പോരായ്മകളെ നമ്മൾ സെക്കൻഡ് ഇയറിൽ എന്തായാലും അല്ലെ തിരുത്തുന്നതായിരിക്കും. ആൻഡ് പുതിയൊരു ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മളുടെ ഒരു ഫ്രണ്ട്സിന് ഇതുപോലെ നമ്മൾ പഠിക്കുന്നതൊക്കെ കണ്ട് വളരെ ആകർഷകമായി നിങ്ങളെ പോലെ എനിക്കും പഠിക്കണമായിരുന്നു സൈക്കോളജി എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ റെഫർ ചെയ്തിട്ട് ലേൺ വൈസിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിന്
കൊണ്ടുവരുന്ന സമയത്ത് ആളും കൂടി നമ്മളുടെ ലേൺ വൈസ് കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ റിവാർഡൊക്കെ വരുന്നുണ്ടാവും. ചെറുതല്ല, നിങ്ങൾക്കൊരു നല്ല റിവാർഡൊക്കെ കിട്ടുന്നുണ്ടാകും. ഒരു ഓരോ റെഫറലിനും 1000 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അതുപോലെ തന്നെ ഈ വരുന്ന റെഫേർഡ് ആയിട്ടുള്ള സ്റ്റുഡന്റിന് 10% ഏർലി ബേർഡ് ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾ വഴി കിട്ടുന്നുണ്ടാകും. ഓക്കെ, അതുവഴി നമ്മുടെ ആ ഒരു ലേൺ വൈസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ വലുതാകുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നല്ല മാർക്കൊക്കെ കിട്ടി നമ്മൾ സന്തോഷത്തോടെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ചോദിക്കൂലേ എനിക്കും ഇതുപോലെ പഠിക്കണമായിരുന്നു എന്ന്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ആരും പോകരുത്, എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ തന്നെ. അപ്പൊ നമ്മള് കുറച്ച് പേരെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫസ്റ്റ് ഇയറിൽ എന്റെ എക്സ്പീരിയൻസ് ഒക്കെ ബാക്കിയുള്ള ആൾക്കാരിൽ എത്തിക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ടാവും. വോളണ്ടിയർ ആയിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് വന്ന് പറയുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് ഇയറിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത് ചെയ്യരുതായിരുന്നു, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു എന്നുണ്ടെങ്കിൽ അതും നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെ, ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ ആ ഒരു രഹസ്യം, സക്സസിന്റെ ഒരു രഹസ്യം എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്, പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ ചില സബ്ജക്ട്സ് ഒന്നും പഠിച്ചിട്ട് എഴുതാൻ പറ്റാണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എങ്ങനെയായാലും നമ്മൾ ഫസ്റ്റ് ഇയർ ഒരു വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ആ ഒരു സ്റ്റോറി നമുക്ക് ഉണ്ടാവും ചിലപ്പോൾ പറയാൻ. അങ്ങനെ പറയാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പോ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ എല്ലാരും ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്യുക. കാരണം ഈ മീറ്റിംഗ് എൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് അതിന്റെ ഒരു ഇൻസൈറ്റ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് തമ്മിലൊരു ഒരു ബാരിയർ എന്തിന്റെ ആവശ്യം ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്യാമറ ഒക്കെ ഓൺ ചെയ്യുക. കാരണം നമ്മളൊരു പ്ലെയിൻ സ്ക്രീനിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഉണ്ടാവും. എന്തായാലും പേര് വിളിക്കാം. നിങ്ങൾ ആരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്റ്റുഡന്റിന്റെ തന്നെ പേര് വിളിക്കാം. കനകമ്മ മാം ഉണ്ടോ? എനിക്ക് തീർച്ചയായിട്ടും ഞാൻ എന്റെ ഫ്രണ്ട്സ് മലപ്പുറത്തുള്ള ഒരു സബീല മാഡം ഇതിന്റെ MA സൈക്കോളജി എഴുതിയെടുത്തത് ഇഗ്നൂവിലൂടാണെന്ന് ഞാൻ ടീച്ചർ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോഴ് എന്നെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിയുടെ ഒരു ബേസും എനിക്കില്ല. ഞാൻ മലയാളവും ഇംഗ്ലീഷും എനിക്ക് ഓൾറെഡി 2 MA ഉള്ളത്, അതിനകത്ത് സൈക്കോളജി ഇല്ല. പിന്നെ പഠിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ വിഷയം ഞാൻ പ്രിഫർ ചെയ്തത്. സത്യം പറഞ്ഞ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് പറ്റിയത് ഞാൻ തീർച്ചയായിട്ടും എനിക്കിത് എഴുതിയെടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ആയി. അതിന്റെ കാരണം ലേൺ വൈസ് ആണ്. അതിലെ ഓരോ അധ്യാപകരുടെയും ആ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഞങ്ങളെ പോലുള്ള, ഇപ്പം ഞാനും വിദ്യാർത്ഥിയാണല്ലോ, എത്ര പ്രായം ഉണ്ടല്ലോ, പ്രായം പ്രശ്നമല്ലല്ലോ. വിദ്യാർത്ഥി എന്നുള്ള ആ ഒരു ലേബലില് എന്നെ പോലെ ബേസ് ഇല്ലാത്ത ഒരാൾക്ക് പോലും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വിഷയം പോലും എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പം അത് ലേൺ വൈസിന്റെ ഭയങ്കര ഒരു ക്രെഡിറ്റ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള സൈക്കോളജി ആയാലും അല്ല അങ്ങനെയുള്ള എനിക്ക് ആ 2 പേപ്പറാണ് ഏറ്റവും നമുക്ക് നല്ല ഇന്റലിജന്റും നല്ല അർപ്പണബോധം, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടും പഠിച്ചെടുക്കേണ്ടുന്ന 2 പേപ്പർ
അതാണെന്ന് എനിക്ക് തോന്നി. അതുപോലും എനിക്ക് പഠിച്ച് എഴുതാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടാകാൻ കാരണം ലേൺ വൈസ് ആണ്. നമ്മൾ ഫീസ് കൊടുത്ത് പഠിച്ചതാണ്. അതിന് അർഹമായ ഒരു പ്രതിഫലം എനിക്ക് ലേൺ വൈസിൽ നിന്ന് കിട്ടി. തീർച്ചയായിട്ടും അതിന്റെ നന്ദി ഇതിന്റെ നടത്തിപ്പുകാരോടും ഇതിലെ ഫാക്കൽറ്റീസിനോടും എന്നും എനിക്കുണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച് മാം. വെൽക്കം. ഇനി ആരാണ് നമുക്ക് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് വരുന്നത്? ഒരുപാട് ആൾക്കാർ ഹന മാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്റെ സ്റ്റുഡൻസിനെ വിളിക്കാം. സുമിത്ര, ദീപ, ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ഒക്കെ ചെയ്തൊന്ന് പുറത്തു വരൂ. യെസ്, ഗുഡ് ഈവനിങ്. ഞാൻ ഒറീസ എന്നാണ്, ആക്ച്വലി മലയാളിയാണ്. ഒറീസയിൽ ഒരു സ്കൂൾ നടത്തുവാണ്. എനിക്ക് മുമ്പ് പറഞ്ഞ ആള് പറഞ്ഞത് തന്നെ ഒരു 2 MA ഒരു MSc ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ബേസിക് ആയിട്ട് എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ഇതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം എക്സാം എഴുതില്ല, എല്ലാം റെഡി ആയിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് സ്കൂളിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നോണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. പക്ഷെങ്കിൽ ലേൺ വൈസ് ഒന്ന് വളരെയധികം സപ്പോർട്ട്. അതായത് ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഏറ്റവും വലിയ കാര്യം പറയാനുള്ളത്, ഞങ്ങളെ എന്റെ മെന്ററെ കുറിച്ചാണ് അക്ഷരാമം. എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം ഇവന്തോ അസൈൻമെന്റ്സ് എഴുതിയോ ഇല്ലയോ, എത്ര പേജായി, എത്ര ഇത് കംപ്ലീറ്റ് ചെയ്തു, എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെയധികം ഡീറ്റെയിൽസ് ആയിട്ട് പുള്ളിക്കാരി ഒന്നും മെസ്സേജ് വിട്ടിട്ട് എല്ലാ പ്രാവശ്യവും മാം ചോദിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് ബേസിക് ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെങ്കിൽ വളരെ നല്ലപോലെ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ലേൺ വൈസിന്റെ ഒരു അവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഒരു ഇതുകൊണ്ടാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ലേൺ വൈസ്. ആൻഡ് ഈ വർഷവും ഏതായാലും ഞാൻ ജൂണിൽ എക്സാം എഴുതാൻ നോക്കുന്നു. ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ നോക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ഇയർ ഓൾറെഡി കംപ്ലീറ്റ് ആയതാണ് പഠിത്തം. വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അസൈൻമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദ ലേൺ വൈസ് ആൻഡ് മെന്റർ അക്ഷരാമ. താങ്ക് യു ദീപ മാം. ഇനിയും ഉണ്ട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സുമിത്ര, ഗുഡ് ഈവനിങ്. ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഈ വരുന്ന എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ്. എൻ്റെ പേര് സുമിത്ര വിജയചന്ദ്രൻ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. MA ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പഠിക്കാൻ കയറിയതാണ്. സൈക്കോളജി പണ്ടേ വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടും പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു എന്തോ പറയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോബി എന്നുള്ള രീതിയിലാണ് ശരിക്കും തുടങ്ങിയത്. പക്ഷെ ഒരുപാട് പഠിക്കാനായിട്ടുണ്ട് എന്നുള്ളത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ഈ ലേൺ വൈസ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ അകത്തിരിക്കുന്ന എൻ്റെ മെന്റർ ആയിരുന്നാലും കൊള്ളാം. ഞാനൊരു അല്പം ലേറ്റ് ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ ഫെബ്രുവരി ലാസ്റ്റ് ആയി ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക്. പക്ഷെ ആ സമയത്തും ഒരുപാട് പോർഷൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ്, കോഗ്നിറ്റീവ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് തന്നെ. അപ്പോ എനിക്ക് നല്ല ടെൻഷനായിരുന്നു, പഠിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ഉള്ളത്. അതിനെക്കാട്ടിയും അപ്പോഴൊക്കെ അക്ഷര മാം ആയിരുന്നു എൻ്റെ മെന്റർ. ഈ വർഷവും അക്ഷര മാം ആണ് എൻ്റെ മെന്റർ. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. പക്ഷെ എന്നെ എല്ലാ രീതിയിലും ആക്ച്വലി നമ്മളുടെ അസൈൻമെന്റ്സ് എഴുതാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ സപ്പോർട്ട് തരാനായിട്ടും ഒക്കെ മാം ഒരുപാട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ കുഞ്ഞുമോളുടെ പ്രായമേ ഉള്ളെങ്കിലും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞങ്ങളോടൊക്കെ ഇത്രയും സംസാരിക്കുകയും ഞങ്ങളെ എല്ലാ രീതിയിലും ഞങ്ങളുടെ ഓരോ വീട്ടിൽ ചോദ്യങ്ങൾ പോലും ആണെങ്കിൽ പോലും അതിന് ആൻസർ തരാനായിട്ട് റെഡി ആയിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇല്ല, അക്ഷര മാം നമ്മളെ മെന്റർ ആയതുകൊണ്ട്. പക്ഷെ എനിക്ക് ഹന്ന മാം ആണെങ്കിലും മറ്റുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. നല്ല ഉഗ്രൻ ലൈവ് സെഷൻസ് ആയിരുന്നു. എല്ലാവരും അവരുടെ ആത്മാർത്ഥത അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഞങ്ങളെ ഇപ്പം ഒരുപാട് പ്രായം ചെന്നവരും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും അവരെയൊന്നും വേറെ ആയിട്ട് കാണാതെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ കണ്ട് ഞങ്ങളെ അതുപോലെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേൺ വൈസിനോട് തന്നെയാണ് നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള
ഫാക്കൽറ്റി മെമ്പേഴ്സ് എടുത്തതിന് ലേൺ വേസിന് ഏറ്റവും വലിയൊരു താങ്ക്സ്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു എന്താ പറയുക ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം തന്നതിനും ഏറ്റവും വലിയ താങ്ക്സ്. ആൻഡ് ഓൾസോ ടു അക്ഷര മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സുമിത്ര, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഐശ്വര്യ ഉണ്ടോ? ഐശ്വര്യ. ഗുഡ് ഈവനിങ് ഓൾ. ഞാന് ഗുജറാത്തിൽ നിന്നാണ്. എൻ്റെ പേര് ഐശ്വര്യാണ്. അപ്പം ഞാന് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഇയർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്, മാർച്ചില്. അപ്പം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബുക്ക് പാടെ വന്നപ്പം എല്ലാം കൂടെ കണ്ടപ്പോ എങ്ങനെയാ പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ടെൻഷനൊക്കെ ആയി, കാരണം ബൈ പ്രൊഫഷൻ ഡോക്ടറാണ്. അപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതൊക്കെ പഠിച്ചു തീർക്കുക, പിന്നെ പ്രൊജക്ട് അസൈൻമെന്റ് ഒരുപാട് കണ്ടപ്പോ കുറച്ച് ടെൻഷനായി. പിന്നെയാണ് ഇപ്പൊ ലേൺ വൈസ് ജോയിൻ ചെയ്തത്. അപ്പം ക്ലാസ്സുകൾ എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം ഈ പരന്ന് കിടക്കുന്ന ഈ സബ്ജക്റ്റിൽ നിന്ന് അതിൽ നല്ല പോയിന്റ്സ്, അതുമാതിരി അതിന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതൊക്കെ ചെയ്തപ്പം എനിക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിന്റെ എക്സാം പ്രിപ്പറേഷൻ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ലേൺ വൈസിന്റെ ഒരു സക്സസ് ആണ്. കാരണം അത് ഈ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കേണ്ടതെന്നുള്ള നല്ല ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് അത് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് എന്താ പറയാ, എന്റെ ഈ അസൈൻമെന്റ് അതുപോലെ ഈ പ്രാക്ടിക്കലിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് ഹന മാമിന്റെ ഇത് പറയാതെ പറ്റില്ല. കാരണം അത്രയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യമാണെങ്കിലും എപ്പോഴാണെങ്കിലും എനിക്ക് അതിന്റെ ഒരു ഹെൽപ്പ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം മാമിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. എപ്പോൾ ചോദിച്ചാലും ഏത് സമയത്താണെങ്കിലും ഉടനെ തന്നെ അതിന്റെ റിപ്ലൈ തന്നിട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് തന്നെ നന്നായിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ലേൺ വൈസിന്റെ ഒരു ഹെൽപ്പ് കൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പൊ അത് കാരണം ഞാൻ സെക്കൻഡ് ഇയർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ലേൺ വൈസിന്റെ ഒരു ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം എന്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ടൈമൊന്നും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കാരണം ഇത് നിങ്ങളുടെ ഒരു ടീച്ചിങ് മെത്തേഡിന്റെ ഒരു സക്സസ് തന്നെയാണ്. ഇപ്പൊ എനിക്ക് എന്ത് ആണോ, ഇപ്പൊ മാർക്കാണെങ്കിലും ഇപ്പൊ ഇതിൽ എത്രമാത്രം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലേൺ വൈസിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം. അതെ, ഇതിന് മാത്രല്ല ഹന മാമിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള താങ്ക്സ് എപ്പോഴും ഞാൻ പറയും. കാരണം എന്റെ ഏത് സമയത്താണെങ്കിലും എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു ഐശ്വര്യ. ആൻഡ് യെസ്, ദീപ ഉണ്ടോ? ദീപ ഉണ്ട്. ദീപ പറയും. ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശരിക്കും എനിക്കും പറയാനുള്ളത്. ഞാന് ഫെബ്രുവരിയിൽ ജോയിൻ ചെയ്തെങ്കിൽ എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് യാതൊരു രീതിയിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ ഈ പലപ്പോഴും ഈ ഹന മാം എന്നെ വിളിച്ച് ദീപ എവിടെ എത്തി, അവിടെ എത്തിയോ, പെട്ടെന്ന് ചെയ്യൂ. ഞാനിങ്ങനെ ഒരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് തന്നെ വീട്ടിലെ പല കാര്യങ്ങളിലും ഇങ്ങനെ എന്താ പറയാ അതിലായിരിക്കും. അപ്പൊ എന്നെ വിളിച്ച് നീ എപ്പോഴാ ഇനിയിപ്പോ അസൈൻമെന്റ് തീർക്കുക, ഇന്ന് തുടങ്ങൂ, നാളെ തുടങ്ങൂ. ആ ഒരു ശരിക്കും പറയാ വെച്ചാൽ ആ ഒരു ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അത് ലാഗ് ചെയ്ത് കൊണ്ടുപോയേനെ. അപ്പൊ ആ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അടുത്ത ആഴ്ച കാണിച്ചു തരാം, അതിന്റെ അടുത്ത ആഴ്ച കാണിച്ചു തരാം, എങ്ങനെയോ ഞാൻ അസൈൻമെന്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കി. ലാസ്റ്റ് നിമിഷം ആകുമ്പോഴത്തേക്ക്, അതായത് ഞാൻ 3 പേപ്പേഴ്സാണ് എഴുതിയത്, 3 പേപ്പേഴ്സിന്റെ അസൈൻമെന്റും കംപ്ലീറ്റ് ആക്കി. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നിട്ടുണ്ട് അതിനാ മാം. അത് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്തു. ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുത്തത്. പിന്നെ അത് കൂടാതെ പിന്നെ പറഞ്ഞ പോലെ എന്ത് കാര്യത്തിനും, അതായത് എനിക്ക് പറയുക ഹൗസ് വൈഫ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിഞ്ഞുകൂടായിരിക്കും. എന്നാലും ഞാൻ എന്താ പറയാ, എന്ത് വിഡിത്തമാണെങ്കിലും എനിക്ക് വിളിച്ച് ചോദിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ലെവൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ലേൺ വൈസ് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പിന്നെ എന്താ പറയാ, ഞാൻ പറയുന്നു ലേൺ വൈസ് നമ്മളിപ്പോ ഈ ബുക്സ് ഒക്കെ കിട്ടിയിട്ട് പഠിച്ചാൽ പോരെ, ബുക്സിൽ എല്ലാ കാര്യങ്ങളും, എന്റെ മാത്രം ഒരു അഭിപ്രായമാണ്, ബുക്സിൽ എല്ലാ കാര്യങ്ങളും ഇല്ലേ. അപ്പോ എന്തിനിങ്ങനെ ഒരു സെന്ററിന്റെ ആവശ്യം, എന്തിനിങ്ങനെ ഒരു എന്ന് ചോദിക്കുമ്പോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്,
ഈ ബുക്സ് പലപ്പോഴും ഞാൻ ചില പേജുകൾ മറിച്ചിടുമ്പം ചില ഏരിയാസ് വരുമ്പോൾ ചില ടോപ്പിക്സ് വരുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. ഇത് എന്താ കട്ടിയുള്ള ലാംഗ്വേജസ് ആയിരിക്കും, കട്ടിയുള്ളതായിരിക്കും. അത് തീർച്ചയായിട്ടും ഈ ലേൺ വൈസിന്റെ ക്ലാസ് പലപ്പോഴും എനിക്ക് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എനിക്ക് പലപ്പോഴും ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് ഇത് ലൈറ്റായിട്ട് തോന്നുകയും റിയൽ ലൈഫിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് ജോബ് ഭാവിയിൽ എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത് ഭാവിയിൽ എനിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് കൂടുതൽ അത് മനസ്സിലേക്ക് പോകുന്നത്. പുസ്തകം മാത്രമാണ് ഞാൻ വായിച്ചിരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ചില ഭാഗങ്ങളൊക്കെ വളരെ കട്ടിയുള്ളതാണ്. അപ്പൊ ഈ പരീക്ഷ അടുത്തപ്പോഴാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ. പരീക്ഷ അടുത്തപ്പോൾ എനിക്ക് ചില പേജസുകളൊന്നും ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു, ചില കാര്യങ്ങളൊന്നും. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ ക്ലാസ്സിലേക്ക് പോകും. ക്ലാസ്സിലേക്ക് പോയി കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അത് കുറച്ചും കൂടി ഫ്ലോ ചാർട്ട് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രങ്ങൾ വഴി അത് സൂചിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് അത് പോവുകയും അങ്ങനെയാണ് ഞാൻ എൻ്റെ ആൻസർ പോലും എഴുതിയിരിക്കുന്നത്. എൻ്റെ റിസൾട്ട് ഒറ്റയും വന്നിട്ടില്ല, ഞാൻ എൻ്റെ ആൻസേഴ്സ് ഒക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് എന്താ പറയാ, നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്ന വഴി, ലേൺ വൈസിന്റെ ക്ലാസ് കേൾക്കുന്ന വഴി ലൈഫിലെ കാര്യങ്ങളുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്ത് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസമുണ്ട് മനസ്സിൽ. അപ്പൊ തീർച്ചയായിട്ടും ഇതില് പ്രത്യേകിച്ചും 40-50 മിനിറ്റ്സിന്റെ ഉള്ളിൽ ശ്വാസം പോലും വിടാതെ എടുക്കുന്ന എല്ലാ മെന്റേഴ്സിനും എന്റെ പ്രത്യേക നന്ദിയുണ്ട്. കാരണം ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്പെസിഫിക് ടൈമിന്റെ ഉള്ളിൽ എത്ര ഫ്ലുവന്റ് ആയിട്ടാണ്, എത്ര നന്നായിട്ടാണ് എല്ലാവരും ക്ലാസ് എടുക്കുന്നത്. അത് ഞാൻ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു ലേൺ വൈസിനോട്. നെക്സ്റ്റ് ഞാൻ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് ഇയറും എനിക്ക് ലേൺ വൈസിന്റെ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ കയറുകയാണ്. താങ്ക് യു. താങ്ക് യു ദീപ, താങ്ക് യു സോ മച്ച്. യെസ്, ഇനി ശില്പ ഉണ്ടോ? അക്ഷര മാമിന്റെ സ്റ്റുഡന്റ് ആണ് ശില്പ. ഹലോ മാം, എൻ്റെ പേര് ശില്പ, ഞാൻ ഇടുക്കിയിൽ നിന്നാണ്. എനിക്ക് സൈക്കോളജിയെ പറ്റിയിട്ട് നോർമലി ഒരു ഐഡിയ കൂടി ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ സബ്ജക്റ്റിനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് സൈക്കോളജി എടുത്തത്. ലേൺ വൈസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നോട്ട്സ് ആണെങ്കിലും എന്ത് കാര്യം, അസൈൻമെന്റ് ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പറയാനേ ഇല്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളൂ, അല്ലാണ്ട് മറ്റൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ മെന്റേഴ്സിന്റെയും ഫാക്കൽറ്റീസിന്റെയും ഒരു ഡെഡിക്കേഷൻ, അത് പറയാണ്ടിരിക്കാനേ പറ്റില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെ സമയമില്ലാത്തവർക്ക് സമയം ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് നമുക്ക് തരുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു ഇത് നമുക്ക് പറയാനേ പറ്റില്ല. അതുപോലെ അത്രയ്ക്കും പറയാനായിട്ട് വാക്കുകളില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മെന്റർ ആണെങ്കിലും അക്ഷരമാണെങ്കിലും അതുപോലെ തന്നെ ബാക്കി ക്ലാസ് എടുക്കുന്ന ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് എന്താ പറയാ, ഒരു കുറ്റോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. അടിപൊളി ക്ലാസ്സസ് ആണ് എല്ലാം. ലേൺ വൈസ് അടിപൊളിയാണ്, വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. താങ്ക് യു മാം. താങ്ക് യു ശില്പ. ഇനി ശ്രീകല ഉണ്ടോ? ഹലോ, ഗുഡ് ഹലോ ഈവനിങ്. ശ്രീകല, ഗുഡ് ഈവനിങ്, പറയൂ. ലേൺ വൈസിന്റെ സപ്പോർട്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം എന്നെ പോലെ ഈ ജോലിക്കൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് മാത്രമല്ല, ഞാൻ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോഴേക്കും കൊഗ്നിറ്റീവിന്റെ ഒക്കെ ക്ലാസ് കഴിഞ്ഞിരുന്നു. ഓൺലൈൻ ക്ലാസ് കയറി തുടങ്ങിയപ്പോഴാണ് എന്താ പറയാ, നല്ല ലൈവ് സെഷൻസ് തന്നെയായിരുന്നു. നല്ല പ്ലാനിങ് നടത്തിയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ആ ക്ലാസ്സസ്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു കൊഗ്നിറ്റീവിന്റെ ക്ലാസ്സുകൾ എനിക്ക് മിസ്സായല്ലോ എന്ന്. അപ്പോഴാണ് ഞങ്ങളുടെ മെന്ററായിട്ടുള്ള അക്ഷരാമയം പറഞ്ഞത്, അതായത് എല്ലാത്തിന്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് ഇതിലുണ്ട്, ആപ്പിലുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ആ ഇഗ്നോന്റെ ആ ഒരു സ്റ്റഡി മെറ്റീരിയലൊക്കെ കുറച്ച് അതായത് നമുക്ക് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടേ മനസ്സിലാക്കാനൊക്കെ ഇത്തിരി അവരുടെ ലാംഗ്വേജ് സെറ്റിങ്സ് ഒക്കെ കുറച്ചൊരു പ്രയാസമായിരുന്നു ആദ്യമൊക്കെ എനിക്ക്. അപ്പൊ നിങ്ങളുടെ ആ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടല്ലോ, അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. മാത്രമല്ല അക്ഷര മാമിന്റെ ആ ഒരു ഇടപെടല് ഇത്രയും അലേർട്ടായിട്ട് നമ്മളെ ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോൺ ചെയ്ത്, ഇനി അഥവാ ഓൺലൈനിലൊന്നും ഇല്ലെങ്കിലും ഫോൺ ചെയ്തുകൊണ്ട് നമ്മളെ കയ്യിലെടുത്തുകൊണ്ട്, അതാണ്. അപ്പൊ ഒരു വലിയൊരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. അപ്പൊ തുടർന്നും അത് തന്നെയാണ് ലേൺ വൈസ് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യം.
എന്തായാലും എല്ലാം നല്ലതായിരുന്നു കേട്ടോ. വീഡിയോ സെഷൻസ് ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയുള്ള എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തിരുന്നു. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഇതിൽ ലേൺ വൈസിൽ ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ MA ഒന്നും ആ പരീക്ഷയൊന്നും എഴുതില്ലായിരുന്നു. എന്തായാലും തുടർന്നും എല്ലാ കോപ്പറേഷനും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ഫാക്കൽറ്റീസിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ശ്രീകല. എല്ലാരും സെക്കൻഡ് ഇയറിനേക്ക് വേണ്ടി ഭയങ്കരമായിട്ടുള്ള വെയിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. സെക്കൻഡ് ഇയർ ക്ലാസ്സസും ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഇയർ എങ്ങനെ ആയിരിക്കും. ഈ ഒരു വർഷം കൂടെയാണ് നമുക്ക്, ഈ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പൊ ഒക്കെ സക്സസ്ഫുള്ളി എല്ലാരും തന്നെ സക്സസ്ഫുള്ളി. നിങ്ങൾക്ക് ചിലപ്പം ഡിസംബറിൽ എല്ലാ പേപ്പേഴ്സും എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചില പേപ്പേഴ്സ് നമ്മൾ ജൂണിൽ എഴുതാം. അങ്ങനെയൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ പ്ലാനിങ് സക്സസ്ഫുള്ളി കൊണ്ടുവരാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ്. ആൻഡ് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അങ്ങോട്ടും കാണേണ്ടതാണ്. ലൈവ് സെഷൻസ് ഒക്കെ ഒരുപാട് വരാനുണ്ട്. നമ്മൾ ഒരു വർഷത്തോളം കണ്ടുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ്, ഒരു ഫാമിലിയാണ്. അപ്പൊ തുടർന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു ഹെൽപ്പും ആ ഒരു കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. മാം, ഞാൻ കനകമാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. എനിക്കാണെങ്കിൽ കമ്പ്യൂട്ടറിൽ വലിയ പരിജ്ഞാനമൊന്നും ഇല്ല. മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ സെക്കൻഡ് ഇയറിൽ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും LKG കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നോണം എന്തിന്റെ കാര്യമായാലും അങ്ങനെ പറഞ്ഞു തന്നാലേ എനിക്കത് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ നിങ്ങളത് അങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇബ്ബാന്ന് പറഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ. അപ്പൊ മാമിന്റെ സപ്പോർട്ടിലാണ് സത്യം പറഞ്ഞ എനിക്കിത് ചിരിക്കാൻ തന്നെ പറ്റുന്നത്. എന്റെ ഒരു ആർത്തിയല്ല, ഒരു അത്യാർത്തിയാണ് എനിക്ക് സൈക്കോളജി ഡിഗ്രി എടുക്കണമെന്നുള്ളത്. അത് മാമിനെ പോലെ എന്റെ മെന്റർ, അത് അക്ഷരാർത്ഥത്തിൽ ഒരു മെന്റർ തന്നെ ആണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് വിചാരിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു ബേസ് ഒരു കാര്യത്തിലും ഇല്ല. ഇപ്പൊ ലേൺ വൈസിന്ന് കിട്ടിയ ബേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് ഇയറിലും അത് ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ് നിങ്ങളോട് എനിക്ക് ഉള്ളത്. എന്ന് നമുക്കറിയാം നമ്മളുടെ ഓരോ സ്റ്റുഡൻസും എവിടെയൊക്കെയാണ് അവർക്ക് അവരുടെ ഒരു വീക്ക് ആയിട്ടുള്ള, അവർക്ക് എവിടെയൊക്കെയാണ് നമുക്ക് ഒന്ന് മോട്ടിവേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് എല്ലാ മെന്റേഴ്സിനും കൃത്യമായിട്ട് അറിയാം. ഒരു വർഷത്തോളം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഈ സെക്കൻഡ് ഇയറിലും ഉണ്ടാകും എല്ലാവരും, എല്ലാ മെന്റേഴ്സും. ഓക്കെ, എല്ലാവരോടും ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് സെക്കൻഡ് ഇയർ ക്ലാസ് ഒക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. സെക്കൻഡ് ഇയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഫെബ്രുവരി സ്റ്റാർട്ടിംഗ് വീക്ക് തന്നെയായിരിക്കും. മിക്കവാറും ഒരു ജാനുവരി എൻഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടൈം ടേബിൾ റിസീവ് ചെയ്യും. ഇപ്പൊ ടൈം ടേബിളിനനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചു പോകണം. അല്ലെങ്കിൽ നമുക്കിപ്പോ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പിന്റെ ആക്സസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആപ്പിന്റെ ആക്സസ് ഒക്കെ കിട്ടി ഇവിടെ ജോയിൻ ചെയ്ത ആൾക്കാർ ഒരു മടിയും കാണിക്കേണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ലെഷർ ടൈം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലെ എക്സാം കഴിഞ്ഞു, നിങ്ങൾ ഏകദേശം ഒരു മാസത്തോളം നിങ്ങൾ ഒരു ഫ്രീ ആയിട്ടിരുന്നു. നിങ്ങൾക്ക് ഇനി സെക്കൻഡ് ഇയറിലോട്ടേക്ക് നമുക്ക് ഒരു മെല്ലെ ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ ടൈം ടേബിൾ വരെ വെയിറ്റ് ചെയ്യണ്ട. പക്ഷെ ടൈം ടേബിൾ നമുക്ക് ഏകദേശം ഒരു ജാനുവരി എൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് റിവിഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയി എന്ന് മനസ്സിലായല്ലോ? അപ്പോ എല്ലാവരും ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഓൾസോ നമുക്ക് ഫ്യൂച്ചറിൽ ഇനി ഇതുപോലെ ഒരുപാട് മീറ്റിങ്ങുകൾ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് നമുക്ക് ഈ സെക്കൻഡ് ഇയറും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോ ശരി, എന്നാ ഗുഡ് നൈറ്റ്, ബൈ. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം.
ലേൺവൈസിൽ മുമ്പ് പഠിച്ചവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്.